ഹലോ നമസ്കാരം. ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പിറകിൽ ഒരു അടിപൊളി കായൽ കാണാം. അപ്പോൾ ഈ കായലെന്ന് പറയുന്നത് മുറുക്കുംപുഴ കായലാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഒരു 7 കിലോമീറ്ററിന് ഇപ്പുറത്താണ് മുറുക്കുംപുഴ കായൽ. ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ വന്ന് ഇത്തിരി മീനൊക്കെ വാങ്ങാമെന്നും പറഞ്ഞാണ് വന്നത്. കായലിൻ്റെ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വെക്കേഷന് ഞാൻ വന്നപ്പോൾ കായലിലെ മീൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് വന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ സുഹൃത്തുക്കളായിട്ടാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച 2 സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ വന്നത്. ആ കായൽ മീൻ മേടിക്കാനും കായലിൽ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ വള്ളത്തിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ വള്ളത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ സമയം 6:35. അപ്പോൾ ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ സുഹൃത്താണ് ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നത്, സുനിയാണ്. സുനി നമസ്കാരം പറ. ഹലോ നമസ്കാരം. അപ്പോൾ ഇത് മണിയുണ്ട അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. മണിയുണ്ട നമസ്കാരം. ഹായ് നമസ്കാരം. അങ്ങനെ വേണമെങ്കിൽ വരുത്താം. അതിൽ തന്നെ ഉണ്ട്, സംഭവമുണ്ട്. പുള്ളി DJ-യുടെ ഒരു ഓസ്മോ ഗിംബൽ ഉപയോഗിക്കുകയാണ്. അപ്പം അതിൽ വെച്ചിട്ടാണ് റീൽസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഒരു ഇടവഴി പോലെ ഉണ്ട്, ആ ഇടവഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. മീൻ വാങ്ങിക്കാൻ ഉള്ള പരിപാടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ സമയത്ത് വരുമെന്തോ ആൾക്കാർ. പക്ഷേ ഈ സമയത്തൊക്കെ മുമ്പ് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട് ഇവിടെ. അടിപൊളി സീനറിയാണ്. വേണ്ട കൊക്കൊക്കെ അതുകൊണ്ട് പറന്നു പോകുന്നു. ബിൽഡിംഗ് ഉണ്ടായി, മുമ്പ് ഇല്ലായിരുന്നു ഈ ബിൽഡിംഗ്. അടിപൊളി മനോഹരമായൊരു സീനറിയാണ് ഇവിടെ. നമുക്ക് വള്ളം കിട്ടുമെങ്കിൽ വള്ളത്തിൽ കയറി പോകാനുള്ള മാർഗം നോക്കണം അല്ലേ? പക്ഷേ ഇവിടെ ഇപ്പം വെള്ളം ഒരുപാട് കയറി കേട്ടാ. മുമ്പിൽ അതുവരെ പോയായിരുന്നു. അടിപൊളിയല്ലേ? വീഴരുതേ. അവിടെയാണ് നമ്മളൊക്കെ. അവിടെയല്ല നമ്മൾ താമസിക്കുന്നത്, പക്ഷെ നമ്മുടെ ഇതിൻ്റെ അപ്പുറത്താണ്. പക്ഷേ അവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങിക്കാണ് വന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോഴും ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ മീൻ വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളും ഉണ്ട്. അപ്പോൾ ഇവിടെ 1-2 പേര് വന്നിട്ടുണ്ട്. ഇവിടെ മണികണ്ഠൻ്റെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനും ഇവിടെ ഉണ്ട്. ഒരു വള്ളം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ 7 മണിയാവും പോകുന്നു. ഇതുവരെ ഒരു വള്ളം ഇവിടെ വന്നിട്ടില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളക്കാരനെ നമുക്ക് കണ്ടിട്ട് ഇത്തിരി കായലിലോട്ട് പോകാനുള്ള മാർഗം നോക്കാം. നമുക്ക് മീൻ കച്ചവടത്തിനുള്ള ആൾക്കാരും മീൻ മേടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം വന്നത് നമ്മളാണ്. ഓരോരുത്തരായിട്ട് ഇപ്പം ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. അല്ലേടാ മണിയുണ്ട്? കുറച്ച് മീൻ കിട്ടുമോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആകെ ഒരു വള്ളമാണ് വരുന്നത്. ഞങ്ങൾ 15 പേരുണ്ട്. അവിടെ നിന്ന് ഒരു വള്ളം വരുന്നുണ്ട്. വള്ളമൊക്കെ ആ ഒരു വള്ളത്തിലാണ് ഏക പ്രതീക്ഷ. കായലിലെ കരിമീനാണോ, കായലിലെ കൊഞ്ചാണ്, കായലിലെ നെത്തോലിയാണോ എന്ന് കാണന്റെ. കരിമീൻ വാങ്ങിക്കാൻ നമ്മളുണ്ട്. കരിമീനൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കിട്ടും, അതിനകത്ത് എല്ലാം കാണും. അണ്ണൻ വരയിട്ടാണ് വരുന്നത്, അല്ല തുഴഞ്ഞല്ല വരുന്നത് കേട്ടോ. വല നീ വലിച്ചു വലിച്ചോണ്ട് വരുന്നതായിരിക്കും. ബോട്ട് സർവീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലപ്പുഴ ഇത് വർക്കല വഴി ബോട്ട് സർവീസ് ആണ് മീനിറക്കാനുള്ള ടൂറിസത്തിന് വേണ്ടിയിട്ട്. പറഞ്ഞ ആലപ്പുഴ കുട്ടനാടൊക്കെ ബോട്ട് സർവീസിൽ പോകല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് പെരുമാറിയിരിക്കും. പക്ഷെ നമുക്ക് വർക്കല കായൽ വഴി കയറി പോവാം. അപ്പോൾ തുരങ്കം പിന്നെ ഓപ്പൺ ചെയ്യണ്ടേ? അതെല്ലാം വൃത്തിയാകുന്നു, എല്ലാം ശരിയാക്കും. വർക്കല തുരങ്കം അടച്ചിട്ടിരിക്കില്ലേ, ഇങ്ങനെ ബോട്ട്സ് പോയിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഒരു വള്ളം വരുന്നുണ്ട്. ഇതേ വരുന്നുണ്ട. അത് മീനെ കൊണ്ടാന്നില്ലെന്നറിയില്ല. ഇവിടെ വെള്ളം അടുപ്പിക്കുന്നുണ്ട്. അതിനകത്ത് മീനുണ്ടോ ഇല്ലയെന്നറിയില്ല.
നമുക്ക് നോക്കാം. ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. കരിമീനെ കൊണ്ട് കേട്ടോ. കുറച്ച് അവർ വലയിൽ നിന്ന് മീനെടുത്ത് ഭാഗത്തോട്ട് ഇങ്ങനെ ഇടുകയാണ്. കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ലേനം വിളിക്കുന്നത്, അറിയില്ല. അടിപൊളി പീസാണ് കേട്ടോ, നല്ലൊരു പീസ്. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കണം. എന്തായാലും എത്രയാണ്? 2600 2600 2 രൂപ കിടക്കും. 100 കുറച്ച് 2500 തരാം. അവർ 2600 പറഞ്ഞു, ഞാൻ 2000 പറഞ്ഞു. അവർക്ക് 3 അതുപോലത്തെ 3 കാരണം അത് വില കുറവാണ്. എന്തായാലും ഉറക്കെ പറയാം. അതിന് വില കുറവാണ്. അത് സിലോപ്പിയാണ്. സിലോപ്പിയുണ്ട്. ഞാൻ വാങ്ങിയാണ് കരിമീൻ. അത് തന്നെ ഇത് പോയിട്ട് അത് കൊണ്ടുപോകും. അതും നല്ല മീൻ തന്നെ. നമ്മളെ സിലോപ്പി നമ്മൾ വിളിച്ചിട്ടില്ല. അതിൻ്റെ ഇതേ അതും ഇതും ഒരേ ക്വാളിറ്റി. 2600 അത് പറഞ്ഞു, ഞാൻ 2000 രൂപ പറഞ്ഞിട്ട്. നമ്മൾ തൊട്ടിപ്പുറത്ത് അവിടെ 2000 രൂപ പറഞ്ഞു കരിമീൻ. അവർ 2600 പറഞ്ഞു, ഞാൻ 2000 പറഞ്ഞു. ഞാൻ തൊട്ടിപ്പുറത്തും വന്നു. നമ്മൾ എത്ര മൊത്തം നമുക്ക് 2000 ഒന്നും ചോദിക്കണ്ട. ഉള്ള വില 1000 രൂപ കൊടുക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടാണ്. സൈസ് ചെറുതാണ്, അതുകൊണ്ടല്ലേ അതിനുള്ള വില ചോദിക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞ 1000 രൂപ. ഇത് കിലോ 550 ഉണ്ട്. 3 കിലോ മീനിൽ കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ഒരു ആവശ്യം പോകണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ വില കുറച്ച് വെച്ചു. ഈ മീൻ നിങ്ങൾ സഹോദര നിങ്ങൾ ഇവിടെ നിൽക്കുകയല്ലേ, ഒരു 5-10 മിനിറ്റ് നിന്ന് നോക്ക്. ഈ മീൻ ഞാൻ 2000 രൂപയ്ക്ക് വിറ്റ് കാണിച്ചു തരാം. ശരി, ഫുള്ള് ഇത് എനിക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ടോ അതും സെപ്പറേറ്റ് ആയിട്ടോ? കവറില്ലേ? കവറില്ല. ഞാൻ പറയാൻ കവറൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ 1300 രൂപ കൊടുത്ത് കരിമീൻ വാങ്ങിച്ചു ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. നമുക്ക് വള്ളത്തിൽ പോകാനുള്ള പരിപാടിയൊന്നുമില്ല ഇവിടെ. അപ്പുറത്ത് വന്നാൽ വള്ളത്തിൽ കൊണ്ടുപോകാം. ഇവിടെ അങ്ങനെ അതിന് അക്കരെ കടന്നംകുളത്ത്. അല്ല, മുമ്പ് ഇവിടെ അങ്ങ് അക്കരെ പോകാനൊക്കെ ഇത് ഗവൺമെന്റിന്റെ വള്ളം ഉണ്ടായിരുന്നു. അതെല്ലാം മതിയാക്കി. ഇതുകൊണ്ട് ഇപ്പൊ മതിയാക്കിയ വള്ളം നിർത്തി. ആ പരിപാടി ഇല്ല ഇപ്പൊ. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അപ്പുറം പോണെങ്കിൽ എന്ത് ചെയ്യും? പോവാനില്ല. എത്ര സദ്യയാണ് ഇവിടെ കാണിച്ചു. അതിന് അല്ല, മുമ്പ് ഇവിടെ സർവീസ് ഉണ്ടായിരുന്നു. അത് നിർത്തി വെച്ചു.
ഇവിടെ വരും ഇവിടെ കെട്ടിയാണ്ട് ആ ഇവിടെ നിന്ന് പോവുമായിരുന്നു. ആ പോക്കുന്നില്ല പിന്നെ അത് ഇങ്ങോട്ട് വരണമില്ല. അപ്പൊ ഇവിടെ നിന്ന് പോണവർക്ക് റോഡ് മാർഗ്ഗം അപ്പുറത്ത് പോകാൻ കറങ്ങി വരാനേ പറ്റുള്ളൂ. ആ കണിയാവരം പെരുമാറ പോണ റൂട്ടൊക്കെ കണിയാവരം കറങ്ങി പോണം. പിന്നിട്ടൊന്നും വരാക്കൂല. പൈസ നമുക്ക് വള്ളത്തിൽ പോവാം. ഞാനും കൂടെ വരാം. നമ്മളെ വണ്ടി എടുക്കാത്ത ഞാനേ ഫോൺ പേ പരിപാടിയില്ലേ? ശരിയാണോ? ഓക്കെ. നമ്മൾ വീണ്ടും കാണാം. അത് എത്ര രൂപ കൊടുത്തു? 2300. ഞാൻ 2000 പറഞ്ഞായിരുന്നു. ശരി. നമ്മൾ 2000 പറഞ്ഞ മീൻ അവർ വേറൊരാൾ വന്ന് 2300 മേടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് അത്രയും മീനിൻ്റെ ആവശ്യമില്ല. നമുക്ക് നഷ്ടമല്ല. നമുക്ക് അതിൻ്റെ അത്രയും മീനിൻ്റെ ആവശ്യമില്ല. എന്തായിരുന്നാലും എൻ്റെ കൂട്ടുകാരെ വിചാരിച്ചതുകൊണ്ട് എനിക്ക് കരിമീൻ തിന്നിട്ട് പോകാനുള്ള ഭാഗ്യം കൂടെ ഉണ്ടായി. ഇല്ല മണിയുണ്ട? ഇന്നത്തെ കോമ്പിനേഷൻ അടിപൊളിയായി. അപ്പോൾ അതുകൊണ്ട് കരിമീൻ തിന്നില്ല എന്ന് ഈ വെക്കേഷനൊരു വിഷമം ഉണ്ടാകത്തില്ല. അങ്ങനെ കരിമീൻ കാണിച്ചു കൊടുക്കുക നമ്മൾ വാങ്ങിച്ചത്. പിന്നെ അല്ല, 2 കീസറും കരിമീൻ മേടിച്ചു. ബൈക്കിലൊക്കെയാണ് വന്നത്. ഇതേ മണിയൻ്റെ വണ്ടി അതായിരിക്കുന്നു, എൻ്റെ വണ്ടി ഇതാ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് വെച്ച് കഴിക്കുന്ന രീതിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കരിമീനൊക്കെ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് നമ്മൾ വേറൊന്നുമല്ല, മണിയൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയി പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അല്ലേ മണിയണ്ട? എൻ്റെ വീട്ടിലല്ലേ വെച്ച് കഴിക്കുന്നത്? മണിയൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വെച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ്, അതായത് ഇന്ന് 7-ാം തീയതിയാണ്, ശനിയാഴ്ച രാവിലെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്ന മണിയൻ്റെ വീട്ടിലാണ്. അപ്പോൾ ശരി, അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഒരു ബൈ പറയടേ. ബൈ.